പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ നിങ്ങൾക്ക് എന്നെ കുറിച്ചാണ് പറയാനുള്ളതെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടാകും. നമ്മളെല്ലാവരും പള്ളിയിൽ വരുന്നത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലല്ലേ? കമ്മിറ്റിക്കാരും തലക്കാരും പണമുള്ളവനും പണമില്ലാത്തവനും അധികാരമുള്ളവനും ഇല്ലാത്തവനും എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ ആ ദേവാലയത്തിനകത്തെ ദൈവത്തിന്റെ പൊന്നും മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ പരിശുദ്ധ ഇടത്തിനകത്തെ ദൈവത്തിന്റെ പൊന്നു മക്കളാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന് സാക്ഷ്യമാകുവാൻ, ദേശത്ത് മുഴുവൻ വെളിച്ചമുള്ളവരെ മാറാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് അംഗീകാരം നൽകി, അംഗത്വം നൽകി അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുക. അത് പ്രാർത്ഥനയുടെ, അത് അനുഗ്രഹത്തിന്റെ, അത് സമാധാനത്തിന്റെ, വിശുദ്ധിയുടെ ഇടമാണ്. അവിടേക്കാണ് സൂക്ഷ്മതയോടെ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. പിശാച് കെണിയാകുന്നതിൻ്റെ കാരണം ഈ അച്ഛന്മാരൊക്കെ, ഞങ്ങളൊക്കെ പള്ളിയിൽ ചെല്ലുമ്പോഴേ, അല്ലെങ്കിൽ ഇടവ പട്ടക്കാരൊക്കെ ചെല്ലുമ്പോഴേ ചിലപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. പല അച്ഛന്മാരൊക്കെ ചില മാരകമായ തിന്മയിലും പാപത്തിലും ഒക്കെ വീണിട്ട് വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. അച്ഛൻ ആദ്യം ചിന്തിക്കും, ഞാൻ വലിയ കഴിവുള്ള ആളാണ്, എനിക്ക് ഭയങ്കര കഴിവുണ്ട്, വലിയ സംഭവമാണ്, എൻ്റെ കഴിവിലാണ് ഇന്ന ആൾ വീണിരിക്കുന്നത്, എൻ്റെ കരുത്തിലാണ് വീണ്ടിരിക്കുന്നത്, എൻ്റെ ഗ്ലാമറിലാണ് വീണ്ടിരിക്കുന്നത്, അല്ല എൻ്റെ കുർബാനയുടെ ഇമ്പത്തിലാണ് വീണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രസംഗിക്കാൻ അറിയാം, എൻ്റെ വലിയ കഴിവാണ്, അതിലാണ് ആ പുള്ളിക്കാരി അല്ലെ ആ പുള്ളിക്കാരൻ. എന്തും നമുക്ക് ആ എക്സ്ക്യൂസ് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു കെണിയാണ്. അത് ആ വ്യക്തിക്കും അറിയത്തില്ല, ഈ പുരോഹിതനും അറിയത്തില്ല. ദൈവാംശത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, ദൈവകൃപയുടെ അന്തരാത്മാവിലേക്ക് ദൈവം വെളിച്ച് വേർതിരിച്ച് നിർത്തിയ ഒരു സമൂഹത്തിൻ്റെ അകത്ത് കള വിതയ്ക്കാൻ പിശാച് നട്ട കള വിതയ്ക്കാൻ അവൻ തന്നെ ഒരുക്കുന്ന ക്രിമിനൽ ബുദ്ധിയാണ് ഈ തിന്മയ്ക്ക് പിന്നിൽ. പാവപ്പെട്ട മനുഷ്യരും അറിയുന്നില്ല, പാവപ്പെട്ട പുരോഹിതന്മാരും അറിയുന്നില്ല. അങ്ങനെ എത്ര പുരോഹിതന്മാരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഈ സഭയ്ക്കകത്ത്, ഇല്ലേ? എത്ര പുരോഹിതന്മാർ മാറി നടക്കുന്നുണ്ട് ഈ സഭയ്ക്കകത്ത്. എത്ര പുരോഹിതന്മാർ തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ സഭയ്ക്കകത്ത്. ആരാ കാരണം? അതാ പറയുന്നത്, നിങ്ങളുടെ ശത്രു അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ നടക്കുമ്പോൾ വിവേകത്തോടെ, ജ്ഞാനത്തോടെ ഈ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുവാൻ, അടയാളപ്പെടുത്തുവാൻ സാധിക്കണം. ഈ നോമ്പ് കാലത്ത് ചതിയാണ് അവൻ്റെ കൂടപ്പിറപ്പ്, വഞ്ചനയാണ് അവൻ്റെ കൂടപ്പിറപ്പ്, തിന്മയാണ് അവൻ്റെ കൂടപ്പിറപ്പ്. ദൈവജനത്തെ, ദൈവത്തിൻ്റെ മക്കളെ തെറ്റിക്കുക എന്നുള്ളത്, അത് മദ്യത്തിലാണെങ്കിലും മയക്കുമരുന്നിലാണെങ്കിലും അശുദ്ധിയിലാണെങ്കിലും ഏത് തിന്മയിലാണെങ്കിലും വിശുദ്ധ നിയോഗങ്ങളെ തകർത്ത് കളയുന്ന ഏതൊരു കണിശതയില്ലാത്ത പാപത്തിന്റെ കെട്ടുകളും ദൈവത്തിൻ്റെതല്ല, മറിച്ച് പിശാചിന്റെ ചതിയാണ്. നീ ദേവാലയത്തിനകത്ത് വല്ലാതെ ബഹളം വെക്കുന്നെങ്കിൽ അത് നിന്റെ കുറ്റമല്ല, മറിച്ച് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പിശാചിന്റെ കെണിയാണ്. നിനക്ക് ആരോഗ്യമുണ്ടായിട്ടും ദേവാലയത്തിൽ പോകാതെ സഭയ്ക്കും പിതാക്കന്മാർക്കുമെതിരെ നീ പറഞ്ഞ് പ്രചരിപ്പിച്ചടക്കുന്നത് നിന്റെ നാവിന്റെ ബലം കൊണ്ടല്ല, മറിച്ച് നിന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പിശാചിന്റെ കെണിയാണ്. അപ്പനും അമ്മയും മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും അപ്പനും മക്കളും അമ്മയും മരുമക്കളും അമ്മായിയപ്പനും അമ്മായിയമ്മയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ബന്ധങ്ങൾ നശിപ്പിക്കുന്ന വിധം കലഹങ്ങളും വഴക്കുകളും ക്രിമിനലിസവും കുടുംബത്തിനകത്ത് കെട്ടുകാഴ്ചയായി എന്നും നെള്ളിക്കുന്നുണ്ടെങ്കിൽ അത് കെണിയാണ്. നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണം. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ മാത്രമേ, നോമ്പിന്റെ അനുഭവത്തിൽ മാത്രമേ, ഉപവാസത്തിന്റെ അനുഭവത്തിൽ മാത്രമേ നമുക്ക് ആ രക്ഷയുടെ ശീലം നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തു സംരക്ഷിക്കുന്ന, ക്രിസ്തു പരിപാലിക്കുന്ന നല്ല ഇടങ്ങളാക്കി നമ്മുടെ ഭവനങ്ങളെ നമ്മൾ മാറ്റണം.